ഹായ് വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദിൽകുഷിൻ്റെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് 5-10 മിനിറ്റ് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇത്തിരി വലിയ ഒരു വിസ്തീർണം ഉള്ളൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് 2.5 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ 2.5 കപ്പ് ഞാൻ മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവിൻ്റെ എല്ലാ വശത്തും ആ മുട്ട പറ്റുന്ന രീതിയിൽ മുഴുവനായിട്ടും ഒന്ന് വിരവിയെടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ മുട്ട എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് വിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ച ഈസ്റ്റ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവിൻ്റെ എല്ലാ വശത്തും ഇത് എത്തുന്ന രീതിയിൽ, ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സ് എത്തുന്ന രീതിയിലൊന്ന് വിരവി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒട്ടും തന്നെ പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട. പാലിൻ്റെ സ്ഥാനത്ത് എല്ലാ പ്രാവശ്യവും വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള, ഈ ഡവിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വിരവി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരാവശ്യവും ഇല്ല. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. 10-15 മിനിറ്റ് കുഴയ്ക്കുമ്പോഴേക്കും ഈ ഒരു ഒട്ടി പിടിക്കുന്നില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് കറക്റ്റായിട്ട് വേണ്ടത്. ഇതിങ്ങനെ കുറച്ച് എണ്ണ തൂകിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തടവിയിട്ട് ഒരു കോട്ടൺ തുണി നനച്ച് ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുക. 1 മണിക്കൂർ വരെ മതിയാവും. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റോളം തന്നെ തേങ്ങ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ദിവസം കേടുകൂടാണ്ടിരിക്കും നമ്മളെ ഈ ദിൽകുഷ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളവർ അതെടുത്താലും മതി. അതാകുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂനട്ട്, റൈസിൻസ്, ചെറി, ഇതെല്ലാം ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈന്തപ്പഴമുള്ളവർക്ക് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം, നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക പൗഡറിന് പകരം 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങയുടെ കൂടെ ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചുമ്മാ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് മിക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുഴച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് 4 ഉരുള പിടിക്കുന്നുണ്ട്. ഞാൻ 2 ദിൽകുഷാണ് കേട്ടോ ഈ ഒരു അളവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി സാധാരണ 4 ഉരുളയായിട്ട് പിടിച്ചിട്ട് ഓരോ ഉരുളയും ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട കേട്ടോ. ഈ ഒരു അളവിന് മാത്രം പരത്തിയെടുത്താൽ മതി. ഇന്ന് നമ്മളിത് ഓവനിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ചെയ്തെടുക്കുമെങ്കിൽ അങ്ങനെ എടുത്താലും മതി. പക്ഷേ 1.5 മണിക്കൂറോളം സമയം എടുക്കും കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ. എന്നിട്ട് പാത്രത്തിലോട്ട്, ഓവനിൽ വയ്ക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഈ ചപ്പാത്തി പോലെ ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ചധികം വെച്ച് കൊടുക്കണേ. കുറച്ചധികം നിരത്തി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്.
നമ്മൾ ഇഡ്ഡലി കുട്ടുവത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഓവനിൽ കൺവെൻഷൻ മോഡിൽ 120°C 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷമാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഒരു ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും കൂടി ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവേ. ഇതിൻ്റെ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്ത് വരാത്ത രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. പരസ്പരം ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ മതി, കറക്റ്റായിട്ട് തന്നെ കിട്ടുവേ. ഓവനിൽ ഞാനിത് വേവിക്കുമ്പോൾ 170°C 20 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇത് പൊങ്ങി വരാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുക്കുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുട്ട എടുക്കാൻ ഇഷ്ടമല്ലാത്തവർ പാലെടുത്താലും മതി. അതിന് പകരമായിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് എല്ലായിടവും എത്തുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കറക്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗോൾഡൻ കളർ ഇതിൻ്റെ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടുണ്ട്. 170°C 20 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇഡ്ഡലി കുട്ടുവത്തിലാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം ഒരു സൈഡ് വേകാനായിട്ട് വെക്കുക. അതിന് ശേഷം മറിച്ചിട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം വെച്ച് കൊടുക്കുക. അങ്ങനെ വേവിച്ചാൽ മാത്രമേ 2 സൈഡും നമുക്ക് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.